ഇവിടെ സുഹൃത്തുക്കളെ ഇന്നത്തെ വ്ളോഗ് വലിയ പെരുന്നാൾ വ്ളോഗ് കേട്ടോ. നമ്മൾ പള്ളി കഴിഞ്ഞ് ഫാമിലി ആയിട്ട് ഇൻഷാല്ലാ ഇപ്പോൾ പോകുന്നത് നെക്സ്റ്റ് എല്ലാ ഫാമിലിൻ്റെ പെരക്കെല്ലാം കയറി നെക്സ്റ്റ് പോകുന്നത് സിയാറത്തിന് കേട്ടോ. കാഴ്ചകൾ കാണിച്ചത് ഇൻഷാല്ലാ. സുഹൃത്തുക്കളെ അതേപോലെ നമ്മൾ സിയാറത്തിന് എത്തി. ഇതിലുള്ള സ്ഥലം എന്ന് വെച്ചാൽ ചോക്കൻ്റെ ചോക്ക് സിറ്റി. നമ്മുടെ ഉപ്പാൻ്റെ ഉപ്പലുള്ള സ്ഥലം കേട്ടോ. നമ്മളിപ്പോൾ അവിടെ ഖബർ സിയാറത്തിന് പോകുന്നുണ്ട്. അത് നേരെ ഏട്ടൻ്റെ വണ്ടിയാണ് ചോക്കാം. അത് ഏട്ടന് ഉപ്പല്ല ഫാമിലി ആയിട്ടുണ്ട്. നമ്മൾ ഇത്രാളിയിലുണ്ട്. പിന്നെ നമ്മളെ മെയിൻ തറവാട് ഉപ്പാൻ്റെ തറവാട് എടുത്തിട്ടുണ്ട് ഈ സ്ഥലത്ത് ചോക്കൻ്റെ ഉള്ളിൽ പള്ളി കാണിച്ചിട്ടുണ്ട്. നേരെ ഇപ്പോൾ പോകുന്നത് പള്ളീൻ്റെ അടുത്തേക്ക്. എൻ്റെ ഒരു ചങ്ങയുണ്ട് മുട്ടശാന എന്നിട്ട് ഷാനിൻ്റെ മുട്ടശുക്കൂർ നമ്മുടെ വ്ളോഗിൽ കാണുന്ന മുട്ടശുക്കൂറിൻ്റെ പേരെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരെ പോകുന്നത് സിയാറത്തിന് വേണ്ടിയിട്ട് ഇതാ പള്ളിക്ക് എൻട്രൻസ് ആകാൻ പോകുന്നുണ്ട്. ഇതെല്ലാം നമ്മളെ തറവാട് ഉപ്പാണെങ്കിൽ തറവാട് സ്ഥലം ഇടുന്നത് കേട്ടോ. നമ്മളിങ്ങനെ പോകുന്നുണ്ട്. ഇതാണ് പള്ളിക്കുള്ള എൻട്രൻസ്. നമ്മുടെ ഫാമിലി മൊത്തം ഇവിടെ കൂടുതലുണ്ട്. പരിപാടിൻ്റെ എടുക്കണം. ചോക്കൻ്റെ പള്ളി നേരെ മുമ്പിൽ കാണുന്നതാണ് ഖബർ സിയാറത്ത്. അപ്പോൾ നെക്സ്റ്റ് ഇൻഷാല്ലാ പള്ളി സിയാറത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. അതേപോലെ തന്നെ നമ്മൾ സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് വേറെ സ്ഥലത്തേക്ക്. സുഹൃത്തുക്കളെ അതേപോലെ തന്നെ ഇന്ന് ഇപ്പോൾ സിയാറത്തിന് വന്ന സ്ഥലം വെച്ചാൽ ഉണ്ടികര. ഈ സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പാൻ്റെ ഖബർസ്ഥാനാണ്. ഇതാ അവിടുത്തെ പള്ളിയിൽ നിന്ന് ഏകദേശം 10:30 മണി. അപ്പോൾ ചോക്കനള്ളി പോയി ഉണ്ടിയരെ പോയി ഇതാ ഇത് ഖബർസ്ഥാനാണ്. പള്ളി അടിച്ചുകൂടാം. അപ്പോൾ അവിടെ നിന്ന് സിയാറത്തും കഴിഞ്ഞ് ഇറങ്ങി ഉപ്പാനോടി നേരെ മുമ്പിൽ പോയി നമ്മുടെ ബാക്കിൽ തന്നെ പോയിക്കൊണ്ടുണ്ട്. ഉണ്ടിയാണ് ചെറിയൊരു സീനുകൾ കാണിച്ചില്ല. ഉണ്ടികര എന്ന സ്ഥലത്തിൻ്റെ ചെറിയൊരു സീനുകൾ കാണിച്ചത് വീഡിയോ കാണിക്കുകയായിരുന്നു. നമുക്ക് മെയിനുള്ളത് നമ്മളെ മെയിൻ ചങ്ങായി ശുക്കൂർ പേപ്പ. ചങ്ങായിനെ കൊണ്ട് ഒരു ഉപകാരമില്ല. ഫോട്ടോ എടുക്കാനും നിൽക്കുന്നില്ല, തിന്നാനും നിൽക്കുന്നില്ല. ഉറങ്ങുന്നത് അതിനെപ്പോലത്തെ എങ്ങനെ ട്രിപ്പ് നോക്കും. ഇതാണ് അവസ്ഥ. ഇതെല്ലാം ഗുണ്ടികര എന്ന സ്ഥലം ഗുണ്ടിയാര നമ്മൾ ചങ്ങായി ഉസ്താദുണ്ട് ഇവിടെ. അതേപോലെ നമ്മള് നാട്ടിലെ ഉസ്താദ്. അസ്സലാമു അലൈക്കും ഹബീബി, കൈഫ ഹാലക്? ഈദ് മുബാറക്, തഖബ്ബൽ അല്ലാഹു മിന്നാ. ആമീൻ. പറഞ്ഞ പോട്ടാ കാണാം ഉസ്താനെ കണ്ടങ്ങനെ ഉസ്താനെ കണ്ട് പരിചയപ്പെട്ട് നേരെ പോകുന്നത് ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ ഉണ്ടാവും കോട്ട ടൗണിലേക്ക്. ഇതെല്ലാം കുണ്ടിയാർ എന്ന സ്ഥലത്തിന്റെ സീനറി ഇതാണ്. നമ്മുടെ ഉമ്മാന്റെ നാട് കേട്ടോ. ഉമ്മ ജനിച്ചു വളർന്ന നാടാണ് ഈ സ്ഥലം. ഉമ്മാന്റെ സ്വന്തം നാട്. ഉപ്പാന്റെ നാട് നമ്മൾ ഫസ്റ്റ് കാണിച്ച സിയാറത്തിന് സ്ഥലമാണ് ഉപ്പാന്റെ നാട്. അത് കഴിഞ്ഞിട്ട് ഈ നാട് മൊത്തമാണ് ഉമ്മ ജനിച്ചു വളർന്ന കളിച്ചു വളർന്ന സ്ഥലമായിരുന്നു. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ആയി. ഇപ്പൊ പേട്ടൊക്കെ ഷിഫ്റ്റ് ആയി. ചെറുപ്പകാലം മൊത്തം ഈ നാട്ടിലൊന്നുമില്ല. ഈ നാട്ടിലൊന്നും ഉണ്ടായിട്ടില്ല. അതിന്റെ ചെറുപ്പകാലം ഉണ്ടായത് പാട്ടേരി. ഉമ്മാന്റെ ചെറുപ്പകാലം ഉണ്ടായ സ്ഥലം. ഇതെല്ലാം ഉമ്മാന്റെ കാരണന്മാരും കാക്കന്മാരെല്ലാം തോന്നുന്നുണ്ട് ആയിരിക്കും. സൂപ്പർ പീപ്പിൾ സൈക്കിൾ പോകുന്നു. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളിങ്ങനെ പോയിക്കോളുണ്ട്. ഇവിടുന്നൊരു കഴിഞ്ഞ് ഇപ്പം നേരെ പോകുന്നത് നമ്മളെ വിരുന്ന് കുടുംബക്കാരെ വരും. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഉപ്പാന്റെ വണ്ടി നമ്മളെ മുറ്റിട്ട് സ്പീഡ് പോയിട്ടുണ്ട്. ഇതാ നമ്മൾ ഉപ്പാന്റെ വണ്ടി പിടിക്കാൻ വേണ്ടി സ്പീഡിൽ പോകുന്നുണ്ട്. ഞാനും അയച്ച മുഖ ഇപ്പൊ ഉപ്പാന്റെ വണ്ടി എത്രയോ ഡിസ്റ്റൻസിലുള്ളതാ. നമ്മളെങ്ങാടി 20 മിനിറ്റ് പോയാൽ വരും മുമ്പിലതാ. അത് ഏട്ടൻ്റെ വണ്ടി കേട്ടാ. അല്ല ഏട്ടന് ഉപ്പ അളിയൻ എല്ലാവരും ഉണ്ട്. ഹോൾസെവൻ വണ്ടി TD ഉപ്പാൻ്റെ വണ്ടിയുണ്ട്. കാണിച്ചു തരാൻ പോകുന്നുണ്ട്. നല്ല സിയാറത്തിന് കഴിഞ്ഞിട്ട് നേരെ പോകുന്ന പെരക്കേക്ക്. രാവിലെ ഒരു ബദാം മിൽക്ക് കുടിച്ച് പിന്നെ ഒരു പായസം കുടിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷേ പെരുന്നാൾ പള്ളി പോകുന്ന സമയത്ത് ഒന്നും കഴിക്കാണ്ട് പോകണമെന്നാണ് ഇസ്ലാം പ്രകാരം പറയുന്നത്. വെറും വയറ്റിൽ പോകണം. വലിയ നമസ്കാരത്തിന് ഒന്നും കഴിക്കാണ്ട് പോയി പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് ബദാം മിൽക്ക് കിട്ടി. അത് ഇതിൽ കാണിക്കാൻ പറ്റില്ല. പള്ളി പോകുന്ന സമയത്ത് കുറച്ച് വ്ളോഗ് ചെയ്യണമെന്ന് നോക്കുമ്പോൾ ഫോൺ മറന്നുപോയി. നിസ്കാരത്തിന് അർജൻറ്റായി സമയമായിട്ട് ഫോൺ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ആ കാഴ്ച ഒന്നും കാണിക്കാൻ പറ്റിയില്ല. സോറി. ഇത് പെരുന്നാൾ കാഴ്ച. നമ്മൾ ഇന്നത്തെ പെരുന്നാൾ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തന്നു. കുറേ ദിവസമായി വ്ളോഗെല്ലാം ചെയ്തിട്ട് വേണമെങ്കിൽ നോക്കടാ
അവനിക്ക് ഫോട്ടോ എടുക്കാനും മറ്റേ വീഡിയോ എടുക്കാനും ഇഷ്ടമില്ലാത്ത ചങ്ങ നമ്മൾ എന്താക്കുന്നു. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളെ കാറിനോട് നടന്നിട്ട് പോകാം. സുബ്ഹാനല്ലാഹ്, വണ്ടി കയറുന്ന ചോദിച്ചു നോക്കാം. കയറാണെങ്കിൽ കൂട്ടാം. അസ്സലാമു അലൈക്കും ഹബീബി. ഈദ് മുബാറക്ക്. വരുന്ന ഐഷക്ക വാ. എവിടെപ്പോ നിങ്ങ വാ ഐഷക്ക. ഐഷക്കപ്പാ പോടപ്പോ ദുബായിൽ ഉൾപ്പെട്ട് ഓരോ ഓവർടേക്കും ചെയ്തിട്ട് ഏട്ടനൊപ്പം ഓവർടേക്കും ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഓവർടേക്കും ചെയ്തിട്ട് നമ്മളിങ്ങനെ പോകുന്നുണ്ട്. വീട്ടെത്താനായി ഒരു 2 കിലോമീറ്റർ ഡിഫറൻറ്റ് ഉണ്ട്. ഓക്കെ, സുക്കൂറിന് പോയിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡ് പീടിയുണ്ട്. ഇവിടെ നമ്മൾ സുക്കൂറുണ്ട്, ഓനെ കൂടി പിക്ക് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അയച്ചമ്മ പാട്ട് പാടുന്നതായിരിക്കും. അറബിക്കഥയിലെ റാണിയായി ഓരോ കിനാവിലും വന്നു നീ, അറബളമുത്തിൻ്റെ താളമായി ആടിയുലഞ്ഞൻ്റെ കൽവില്, വെള്ളിമണിക്കൂലി സണഞ്ഞ പെണ്ണേ, വെണ്ണിലവ് മോഹിക്കും നിന്നെ, സുന്ദരി നീ വന്നു ഗസലാ, സുഖമ വരച്ച പെണ്ണേ സെമീന. അയച്ചമ്മൻ്റെ പാട്ട് ഇതാ പോട്ടെത്താനായി ഗൈസ്. ഇപ്പോൾ ഇപ്പം നമ്മൾ ഇതാണ് എൻട്രൻസ്. മുണ്ടിയർ എന്ന സ്ഥലത്തേക്ക് പോകാനുള്ള എൻട്രൻസ് വഴി കാണിച്ചു. ഇത് മലബാർ റോഡ്, കോട്ട ടു മലബാർ റോഡാണ് ഈ റോഡ്. റൈറ്റ് സൈഡ് റോഡാണ് ചൂണ്ടി. ഇപ്പോൾ കോട്ടക്കുള്ള റോഡിലേക്ക് എൻ്റർ ആയി. ഓക്കെ, ഈ സ്ഥലത്തിൻ്റെ പേര് RG. ഇവിടെ നേരെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാലാണ് നമ്മളത് കരകാണത്. ഇവിടുത്തെ കാണാൻ കഴിയും. ബിൽഡിങ് കാര്യങ്ങളൊന്നും മൊത്തം കവറായിട്ടുള്ളത്. ആ കാണുന്ന നമ്മുടെ നാട്. ഇവിടെ നേരെ ഒരു 3 കിലോമീറ്റർ നമ്മുടെ നാട്ടിലേക്ക് എത്തും. RG ഇപ്പോൾ ടൗണ് വെച്ചാണ് നമ്മളെ പള്ളി കഴിഞ്ഞ് സിയാറത്തൊക്കെ കഴിഞ്ഞ് ഇന്ന് ഇൻഷാ അല്ലാഹ് ഭക്ഷണത്തിന് പരിപാടി. നെക്സ്റ്റ് ഇന്നൊരു ദിവസം ചങ്ങായിമാരും ഫ്രണ്ട്സൊന്നുമില്ല. ഇന്നൊരു ദിവസം മൊത്തം ഫാമിലി. പെരുന്നാൾ നമ്മൾ ഫാമിലി ഒന്നിച്ച് എൻജോയ് ചെയ്യേണ്ട ദിവസമാണ് പെരുന്നാൾ തമ്മിൽ. ഇന്ന് പെരുന്നാൾ നമ്മൾ ചങ്ങായിമാരായിട്ട് ടച്ചുമില്ല. ഇൻഷാ അല്ലാഹ് പെരുന്നാൾ പിറ്റേ ദിവസം ചങ്ങായിമാരായിട്ടുള്ള കപ്പ്. ഇത് മൊത്തം ഫാമിലിയുടെ ഭക്ഷണം കഴിക്കുന്ന രീതിയിലുള്ള കാണിച്ചാൽ ഇൻഷാ അല്ലാഹ്. എന്ത് ബിരിയാണി, മട്ടന്, ചിക്കന് എന്താണെന്നുള്ള അറിയില്ല. നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. ഫുഡ് എന്താ? ഇത് മീൻപേട്ട. ഇത് മീൻപേട്ട എന്ന സ്ഥലത്തിന് പേര് കേട്ടോ. മീൻപേട്ട എല്ലാം പെരുന്നാൾ കാഴ്ച ഇങ്ങനെ കാണിക്കുന്നു. ഇന്നത്തെ പെരുന്നാൾ ദിവസം ഇങ്ങനെ നമ്മളെ പെരുന്നാൾ എല്ലാം മീൻപേട്ട. ഈ സ്ഥലത്തിൻ്റെ പോലീസ് സ്റ്റേഷൻ, ലക്ഷ്യങ്ങളുടെ പോലീസ് സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ. ബസ് ബ്ലോക്ക് ആവും മോനെ. ഇവരുടെ ഉണ്ടോ എന്താ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് എന്താ? എന്ത് ബിരിയാണി? മട്ടനാ ചിക്കനാ? ചിക്കൻ. പാവങ്ങളെ ഫുഡ്. ടൗണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഇവിടെ നമ്മുടെ ഷോപ്പുണ്ട് കേട്ടോ. ലോക്ക്ഡൗണിൽ ഇവിടുത്തെ ഷോപ്പ് ഇവിടെ ഷോപ്പിൽ കാണിച്ചത്. ഇത് പ്രൈവറ്റ് സ്റ്റാൻഡ്. ഈ കാണുന്ന ഈ ഷോപ്പാണ് അൽഹംദുലില്ലാ നമ്മുടെ ഷോപ്പ് പള്ളിയിൽ നടത്തുന്നുണ്ട്. ലോക്ക്ഡൗൺ എടുത്ത ഷോപ്പായിരുന്നു. എൻ്റെ അടിയിൽ ആ കാണുന്ന സൂം ചെയ്ത് വെച്ചിട്ട് എൻ്റെ പങ്ങളെ പുറത്താണ് ഇവിടെ. ഞാൻ എനിക്ക് ഈ ഷോപ്പ് കൊടുത്തു. അതിനെ കൂടി കണ്ട് പങ്ങളെ പുറത്താണ് കാണാൻ പറ്റില്ല. കുറേ ദിവസത്തിൻ്റെ ശേഷം ഇൻഷാഅല്ലാഹ് ഈദ് മുബാറക്ക്. അല്ലാഹു മിന്നാ മിൻകും. അങ്ങോട്ട് വരാൻ പറ്റില്ല. പിന്നെ ഷോപ്പ് ഓപ്പൺ ആയിട്ട് തിരക്കുകളിലായി ഫുള്ളായി. ഷോപ്പ് സമയത്ത് എൻ്റെ സ്ഥാപനങ്ങളിൽ പൂട്ടിയ സമയത്ത് പണിയൊന്നുമില്ലാത്ത സമയത്ത് ഞാൻ എടുത്ത ഷോപ്പാണ്. അൽഹംദുലില്ലാ ഹൈറ ഷോപ്പാണ്. നോക്കിയിട്ട് നേരെ കാണുന്ന ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ
കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വില കുറച്ച് സാധനം വേണം നമ്മൾ സ്വന്തം ഷോപ്പിലാണ്. ഇൻഷാല്ല സ്വീറ്റ്സ് കാര്യങ്ങൾ ചിപ്സ് എല്ലാ ഐറ്റംസ് ഉണ്ട്. നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ബീരാജ്പുരം. ആ ജാബലയാ ജാബല തിരക്കുണ്ടോ? എന്തൊക്കെ സാധനം വേണ്ട? പാല് ഇതാ സ്വീറ്റ്സ് ഒക്കെ മാഷാള്ള നേരെ നാട്ടിൽ നിന്നാണ് കിട്ടും. ദിവസം വരും സ്വീറ്റ്സ് ഐറ്റംസ് ബംഗാൾസിലാണ്. ടേസ്റ്റ് കൊണ്ട് മാത്രമല്ല പാല് വാങ്ങൂലേ? കുഞ്ഞിനെ നോക്കിക്കാ. കുഞ്ഞിനെ നോക്കിക്കാ. ഓ പാല് 1 ലിറ്റർ തൈര്